ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് മരണത്തോടുകൂടി ആ ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നു. പക്ഷെ ആ ആത്മാവ് പിന്നെ ഭൂമിയിലില്ല. ആ ആത്മാവിനോട് സംസാരിക്കുക അസാധ്യമാണ്. അങ്ങനെ സംസാരിക്കുന്നത് പൈശാചിക ബന്ധനത്തിലേക്ക് അത് നയിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് ഞാൻ യൂട്യൂബിലൂടെ വളരെ വ്യക്തമായി മാതാവുമായി ബന്ധപ്പെട്ട, സഹരക്ഷയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിമർശിച്ചു. അതങ്ങനെയല്ല, സഭയുടെ പ്രബോധനങ്ങൾ അങ്ങനെയല്ല, സഭയുടെ പഠനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എന്ന രീതിയിൽ. എന്നാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നമ്മളെ മാർപ്പാപ്പ വ്യക്തമായ ഒരു ചാക്രികലേഖനം ഇറക്കിക്കൊണ്ട് എന്താണ് മാതാവിനോടുള്ള മധ്യസ്ഥത, അത് എത്രത്തോളം ആകാം, മാതാവ് സഹരക്ഷകയല്ല, യാതൊരു വിധത്തിലും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യതയോടുകൂടി സഭയ്ക്ക് നൽകിയുണ്ടായി. സത്യസുവിശേഷം ഈ ചാനലിലൂടെ നമ്മൾ പ്രബോധനം നൽകിയപ്പോൾ അത് സ്വീകരിക്കാൻ കഴിയാത്ത എല്ലാ കത്തോലിക്കർക്കും വളരെ കൃത്യതയോടുകൂടി തന്നെ ഒരു തീരുമാനം മാർപ്പാപ്പ കൊടുത്തത് വളരെയധികം സന്തോഷവും, അത് സ്വർഗത്തിന് തീരുമാനമാണെന്നും നമ്മളെടുത്ത ആ എഫേർട്ട് സ്വർഗം അംഗീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും വലിയ തെളിവായിരുന്നു അന്ന് നമുക്ക് ലഭിച്ചത്. ഇന്നിതാ അതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ഒരു 10ഓളം വീഡിയോകൾ നമ്മൾ ചെയ്തു. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആത്മാക്കൾ, മരിച്ചുപോയ ആത്മാക്കൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള പല ആലിസമ്മച്ചിമാർക്കും ചില യുവാക്കൾക്കും ഇവർക്കൊക്കെ പ്രത്യക്ഷപ്പെടുകയും ചില വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുർബാന ചെല്ലണം, എങ്ങനെയെങ്കിലും ഞങ്ങളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തണം, ഇങ്ങനെയുള്ള പ്രത്യക്ഷതകൾ അത് സ്ഥിരമായി ഉണ്ടാകുന്ന ചില വ്യക്തികൾ, ആലിസമ്മിച്ചിനെ പോലുള്ള ചില ആളുകൾ എന്നും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ വന്ന് സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇത്തരം തരം ഇത് ക്രിസ്തീയമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് 10ഓളം വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തു. ഒരിക്കലും അത് ക്രിസ്തീയമല്ല, അത് പൈശാചികമാണ്, തികച്ചും അത് മൃതസന്ദേശവാഹകരുടെ ആ ഒരു പ്രവൃത്തിയാണ്, അത് തീർച്ചയായും ക്രിസ്തീയതയ്ക്ക് എതിരാണ് എന്ന രീതിയിൽ നമ്മൾ 10ഓളം വീഡിയോ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നമ്മൾ ചെയ്യുകയുണ്ടായി. പലരും ആ വീഡിയോ കണ്ടു, പലർക്കും അത് സ്വീകരിക്കാൻ പറ്റിയില്ല, പലരും റിജക്റ്റ് ചെയ്തു, പലർക്കും ഒരു സംശയാസ്പദമായി നിൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ അവിടുത്തെ സെമിനാരി ഡയറക്ടറായിരുന്ന വളരെ പ്രധാനപ്പെട്ട തിയോളജിസ്റ്റായിരുന്ന ഫാദർ ജോഷി മൈനാട്ടിൽ, അദ്ദേഹം വളരെ പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാ ഡെസ്റ്റിൻ പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവവചന പ്രബോധനം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നെക്രോമാൻസി എന്ന് പറയുന്ന കാര്യം. അത് കത്തോലിക്ക സഭയ്ക്കാകട്ടെ വിശുദ്ധ ബൈബിൾ പ്രകാരമുള്ള ദൈവീക സഭയ്ക്ക് അത് പ്രൊഹിബിറ്റഡ് ആണ്, യാതൊരു വിധത്തിലും അത് അംഗീകരിക്കാൻ കഴിയാതെ അത് ഫോർബിഡൻ ആണ് എന്ന് നിരോധിച്ചിരിക്കുകയാണ് എന്ന് വളരെ കൃത്യമായി ഇത് അച്ഛൻ്റെ വാക്കുകളിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഒരു വ്യക്തി ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് യാതൊരു വിധത്തിലും തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരുവാനോ ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെടുവാനോ പ്രാർത്ഥനാ സഹായം ഒന്നും സാധിക്കത്തില്ല. അത് ഫോർബിഡൻ ആണ് എന്ന് കാത്തലിക് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല വളരെ വ്യക്തതയോടുകൂടി പല രേഖകളിലൂടെയും അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളും അതിന് തന്നെയാണ് സാക്ഷ്യം നൽകുന്നത്. എന്നെല്ലാം ഉണ്ടിക്കെ ഇതൊക്കെയാണ് സത്യമെന്നിരിക്കലും ഇതൊന്നും പ്രായോഗികമായി നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല വിശുദ്ധരുടെയും പുസ്തകങ്ങളും അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളും എന്ന് പറഞ്ഞും പല അച്ഛന്മാരും, അല്ലെങ്കിൽ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിലുള്ള ആലിസമ്മിച്ചിനെ പോലുള്ള ചില വ്യക്തികൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് ശരിയാണ്, ഇത് ക്രിസ്തീയമാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ ആത്മാക്കൾ വന്നു, ദേ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ചെയ്ത ആത്മാവ് വരുത്, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന കഷ്ടത എത്രത്തോളമാണെന്ന് ദൈവവചനം നമുക്ക് വ്യക്തമായി സാക്ഷ്യം നൽകുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ, അച്ഛൻ്റെ വീഡിയോ നമ്മൾ കാണും പൂർണ്ണമായിട്ട്. അതിനു മുൻപ് 1-2 കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ആ വീഡിയോയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശന വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. കൃത്യതയോട് പറയുകയാണ്, മൃതസന്ദേശ വിദ്യക്കാരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കൃത്യമായ കൽപ്പന, ദൈവജനത്തിൻ്റെ ഇടയിൽ ഈ മൃതസന്ദേശവാഹകർ ഉണ്ടാകരുത്. എന്തുകൊണ്ടാണ് ദൈവം കാനാന്യ ദേശത്തേക്ക് കടന്നു വരുന്ന ഈ ഇസ്രായേൽ ജനത്തോട് ഇത്രയും കൃത്യമായൊരു കൽപ്പന കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, പുരാതന കാനാൻ ദേശത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഈ തരം മന്ത്രവാദം. അതായത് മരിച്ച ആത്മാവിനെ വിളിച്ചു വരുത്തി അവരിൽ നിന്നും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് പ്രവചിപ്പിക്കുന്ന ഒരു മന്ത്രവാദ, ഒരു ബ്ലാക്ക് മാജിക്
രീതി അന്നത്തെ കാനാൻകാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ കാനാനിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജനം, മാത്രമല്ല ഈജിപ്തിലും ഇതേ കാര്യം തന്നെ, അതായത് പുരാതന ഈജിപ്തിലും നമുക്കിത് കാണാൻ സാധിക്കും, ബാബിലോണിലും കാണാൻ സാധിക്കും. ഇങ്ങനെ സകല സ്ഥലങ്ങളിലും പഴയ കാലത്ത് ഇതേ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതായിട്ട് വളരെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ഇന്ന് ചരിത്രാതീതമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. പുരാതന ബാബിലോണിൽ മൻസാഡു എന്ന രീതിയിലാണ് ഈ പറഞ്ഞ കാര്യം അറിയപ്പെടുന്നത്. അതായത് മരിച്ച വ്യക്തിയെ വിളിച്ചു വരുത്തി അവരിൽ നിന്നും സന്ദേശം എടുക്കുന്ന രീതി, മൃത സന്ദേശ വാഹനക്കാർ. ഇന്ന് ഇതിനെക്കുറിച്ച് നെക്രോമൻസി പറയുന്നത്, അതായത് മരിച്ച വ്യക്തിയെ അതിന്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്നതിന് നെക്രോമൻസി. നിങ്ങൾക്ക് ഗൂഗിളിലോ ChatGPT എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ കിട്ടും. ഏത് കാലഘട്ടത്തിലൊക്കെയാണ് ഇത് നിലനിന്നത്, ഏതൊക്കെ രാജ്യത്താണ്, ഏതൊക്കെ ദേശത്ത്, ചരിത്രാതീത കാലം മുതൽ ഇത് വളരെ പ്രചാരമുള്ള ഒരു പൈശാചിക ആരാധനയായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പുരാതനമായ ഒരു ഗ്രീക്ക് കവിയായ ഹോമർ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ 2 കവിതകൾ നമുക്കറിയാം, ഒഡീസിയും ഇലിയഡും. ഈ 2 ഒഡീസി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഇദ്ദേഹം ഇതിനെക്കുറിച്ച്, അതായത് ഏറ്റവും പഴയ സാഹിത്യ രൂപമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ ഈ ഒഡീസിയിലാണ് ഈ പറയുന്ന നെക്രോമസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത് പണ്ട് കാലത്ത് തന്നെ ഈ ലോകത്ത് നിലനിന്നൊരു കാര്യമായിരുന്നു. കാനാൻ ദേശത്തേക്ക് വരുന്ന ഇസ്രായേൽ ജനത്തോട് വളരെ വ്യക്തമായി പറയുന്നു, നിയമത്താൽ, നിയമാവർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, വെളിച്ചപ്പാടോ ശുദ്രക്കാരനോ മൃതസന്ദേശ വിദ്യക്കാരനോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ദൈവവചനം നിൽക്കുന്നില്ല. ലേവ്യ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അവരിൽ മൃതസമ്പർക്ക വിദ്യക്കാരനോ മന്ത്രവാദിയോ ഉണ്ടെങ്കിൽ അവർ നിശ്ചയമായും വധിക്കപ്പെടണം, അവരെ കല്ലെറിഞ്ഞു കൊല്ലണം, അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. അതായത് ഇതിന് മരണശിക്ഷയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ, ദൈവജനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരാൾ കടന്നു വന്നാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന വളരെ തീവ്രമായ മരണശിക്ഷ നൽകണമെന്ന് ലേവ്യ പുസ്തകത്തിൽ നിയമത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് നമുക്കൊരിക്കലും കല്ലെറിഞ്ഞ് കൊല്ലുക നമുക്ക് സാധിക്കത്തില്ല, ഇല്ലെങ്കിൽ അങ്ങനെ കൊല്ലപ്പെടത്തില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവിക ന്യായവിധി തീർച്ചയായും ഇത്തരക്കാരുടെ മേൽ വന്നു വീഴുമെന്ന് യാതൊരുവിധ സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. മൃതസന്ദേശ വിദ്യക്കാരെ ആദ്യമായി നെക്രോമൻസി എന്ന രീതിയിൽ വിളിച്ചത് അലക്സാണ്ടറിൽ ജനിച്ച ഒറിജിൻ, നമ്മളുടെ സഭാപിതാവായ ഒറിജിനാണ് ആദ്യമായി വിളിക്കുന്നത് എന്നുള്ളത് സഭാപുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ആത്മാക്കൾ തിരിച്ചു വന്ന് സംസാരിക്കുന്നതോ പ്രാർത്ഥനാവശ്യങ്ങൾ പറയുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ലെങ്കിലും ഇതിന് ഘടകവിരുദ്ധമായി ദൈവവചനത്തിൽ ഒരു സന്ദർഭം വളരെ വ്യക്തതയോടെ കിടക്കുന്നത് 1 സമൂവേൽ അതിൻ്റെ 28-ാം അധ്യായത്തിൽ, അവിടെ നമുക്കറിയാം സമൂവേലിനെ വിളിച്ചു വരുത്ത ഒരു മന്ത്രവാദിയെക്കുറിച്ച് വ്യക്തമായി ദൈവവചനം നമ്മുടെ മുൻപിൽ സാക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വെച്ചിട്ടാണ് പലപ്പോഴും, പ്രത്യേകിച്ച് ഇന്നത്തെ അമേരിക്കൻ രീതികളിലുള്ള ചില പഠനങ്ങൾ ഇങ്ങനെയും നെക്രോമസി അലൗഡ് ആണ്, ബൈബിൾ അത് അനുവദിക്കുന്നു എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന പുതിയ തരം ചില ശാസ്ത്രശാഖകൾ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഉടലെടുക്കുന്നത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്താണ് സമൂവേലിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത്? അവിടെ ഒരു മന്ത്രവാദി, അതായത് സൗൾ രാജാവിൻ്റെ മുൻപിലേക്ക് ഫിലിസ്തീർ വലിയ ശക്തമായ യുദ്ധത്തിന് കടന്നു വരുമ്പോൾ പുരോഹിതരിലൂടെയോ പ്രവാചകരിലൂടെയോ ഉമീമിലൂടെയോ തുറീമിലൂടെയോ ദൈവത്തിൽ നിന്നും യാതൊരു വാക്കും അവന് ലഭിക്കാതെ വന്നപ്പോൾ അവൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെല്ലുകയും ആ മന്ത്രവാദിയുടെ അടുത്ത് വേഷം മാറി എനിക്ക് സമൂവേലിനെ വിളിച്ചു വരുത്തണമെന്ന രീതിയിലേക്ക് പറയുകയും അങ്ങനെ സമൂവേലിനെ വിളിച്ചു വരുത്തി മന്ത്രവാദി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഇവിടെ മന്ത്രവാദിയുടെ അടുത്തു പോയി മൃതസന്ദേശ വിദ്യ ചെയ്യാനായിട്ട് പ്രേരണ നൽകിയത് ഏതാത്മാവാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക. 2, അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ സൗൾ ഈ പ്രവൃത്തി ചെയ്തതിൻ്റെ അനന്തരഫലമായി സൗളിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ പിറ്റേ ദിവസം യുദ്ധത്തിൽ സൗൾ മരിക്കുന്നത്, അതായത് മരണശിക്ഷ അവന് ലഭിക്കുന്നത്, ഇത്തരം മൃതസന്ദേശത്തിലൂടെ അവന് ലഭിക്കുന്നത് മരണശിക്ഷയാണെന്ന് വ്യക്തമായി നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ കൃത്യതയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 സമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 28-ഉം 29-ഉം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ സൗളിൻ്റെ മരണം നമുക്ക് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളോട് പറയുന്ന ലേവ്യ പുസ്തകത്തിൽ അതിൻ്റെ 20-ാം അധ്യായം 27-ാം വാക്യം നമ്മളെ
എന്തു പഠിപ്പിച്ചോ, ഇത്തരം മൃതസന്ദേശ വിദ്യയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം രീതിയിലേക്ക് പോകുന്നവൻ പുരുഷനായാലും സ്ത്രീ ആയാലും രാജാവായിരുന്നാലും ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നാലും അവൻ കൊല്ലപ്പെടും എന്ന കാര്യമാണ് വ്യക്തമായി ദൈവവചനം നമുക്ക് നൽകുന്ന ഏറ്റവും കൃത്യതയാർന്ന പ്രബോധനം. ആലുവ പൊന്തിഫിക്കൽ സെമിനാറിലെ പ്രൊഫസറായിട്ടുള്ള ഫാദർ ജോഷി മൈനാട്ടിലച്ചൻ തമ്മിൽ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന ആ ഒരു പ്രോഗ്രാമിൽ അത് വളരെ കൃത്യതയോടുകൂടി ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം എന്തിനാ? 70 വർഷം 80 വർഷം എന്തിനാ? ഞാൻ പറയും, സ്നേഹം കൊണ്ട് ഈ ഭൂമിയെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ. കാരണം ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികളായ നമ്മള് സ്നേഹിച്ച് ഈ ഭൂമിയെ സുന്ദരമാക്കാൻ. അതുകൊണ്ട് തന്നെ അതൊരു സ്നേഹത്തിന്റെ ഏർപ്പാടാണ്. നമ്മൾ മരിക്കുന്നത്, നമ്മുടെ മരണം എന്ന് പറഞ്ഞ് സ്നേഹിച്ച് പൂർത്തിയാക്കലാണ്. ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞു അത് തന്നെയാണ്, എല്ലാം പൂർത്തിയായി. അങ്ങനെ എങ്ങനെ ജീവിച്ചുവോ ഒരാൾ, എങ്ങനെ ജീവിച്ചുവോ സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിച്ചാൽ അത് തന്നെയാണ് മരണശേഷമുള്ള ആ ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് വേറെ. വിനാശമുണ്ടോ? ആ ആത്മാവ് ഇല്ല, വിനാശമില്ല. പക്ഷെ ആ ആത്മാവ് ഈ ഭൂമിയിൽ സ്നേഹത്തോടെ ജീവിച്ചതിന്റെ സന്തോഷത്തിലാണ്. ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് മരണത്തോടുകൂടി ആ ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നു. പക്ഷെ ആ ആത്മാവ് പിന്നെ ഭൂമിയിലില്ല. ഇത് വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഭൂമിയിൽ ആ ആത്മാവ് പിന്നെ ഇല്ല. ആ ആത്മാവിനോട് സംസാരിക്കാൻ പറ്റൂ? ആ ആത്മാവിനോട് സംസാരിക്കുക അസാധ്യമാണ്. എന്നാൽ ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് നെക്രോമൻസി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ആത്മാക്കളോട് സംസാരിക്കുന്ന, അത് ക്രിസ്ത്യാനിറ്റിയിൽ ഫോർബിഡൻ ആണ്, പാടില്ല. അതെ, പാടില്ല. അങ്ങനെ സംസാരിക്കുന്നത് പൈശാചിക ബന്ധനത്തിലേക്ക് അത് നയിക്കും. കാരണം ആത്മാവിനോട് സംസാരിക്കുന്നു എന്നുള്ള തോന്നലാണ് അവിടെ ഉള്ളത് എങ്കിലും അവിടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ഇതാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതബാധ എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഗതി ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. POCയിൽ ഉന്നത സ്ഥാനം വഹിക്കുകയും അതുപോലെ തന്നെ പൊന്തിഫിക്കൽ സെമിനാരിയുടെ ആ ഒരു സെമിനാരിയിൽ പോലും വളരെ കൃത്യതയോടുകൂടി ദൈവശാസ്ത്രത്തിന് പ്രബോധനം നൽകുന്ന ആ ഒരു സെമിനാരിയുടെ പ്രൊഫസറായിട്ടിരിക്കുന്ന അച്ഛൻ ഇത് വ്യക്തമായി കത്തോലിക്ക സഭയുടെ വിശ്വാസികളോട് കൃത്യതയോടുകൂടി തന്നെ പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എത്ര മറച്ചു വെച്ചാലും സത്യം അതൊരു നാൾ പുറത്തു വരും. എത്ര അതിനെതിരെ ആര് പ്രചരണങ്ങൾ നടത്തിയാലും സത്യം ഒരു ദിവസം ദൈവം പുറത്തു കൊണ്ടുവരുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഡസ്റ്റിൻ എന്നൊരു വ്യക്തി പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇന്ന് ഞാൻ പറയും, പക്ഷെ നാളെ ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയേക്കാം. നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായും മനുഷ്യരാണ്. എന്നാൽ ദൈവവചനം എന്ത് നമുക്ക് നൽകുന്നു? ദൈവവചന പ്രബോധനപരമായി ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായി ആര് പറഞ്ഞാലും, ഇനി നാളെ ജോഷി മൈനാട്ടിലച്ചൻ പറഞ്ഞാലും, ഇനിയല്ല മാർപ്പാപ്പ പറഞ്ഞാലും അല്ല, ദൈവവചനമനുസരിച്ച് ക്രിസ്ത്യാനി ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ, ദൈവവചനം നമ്മൾ എന്ന് വായിച്ചു തുടങ്ങുന്നുവോ, ഈ വചനത്തിലെ സത്യങ്ങൾ എന്ന് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നുവോ, അന്നേ നമ്മൾ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുവരെ നമ്മൾ മറ്റുള്ള പലതിൻ്റെയും അടിമയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഏതെങ്കിലും ഒന്ന് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കീഴ്പ്പെടുന്നതിൻ്റെ അടിമയാണ് നിങ്ങൾ. നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടിമയാണ് നിങ്ങൾ. നിങ്ങളെ ഏതെങ്കിലും ഒരു തിയോളജി, ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അടിമയാണ് നിങ്ങൾ. യാതൊരു തരത്തിലും അതിൽ നിന്ന് നിങ്ങൾക്ക് വേർപെടാൻ പറ്റില്ല. പക്ഷേ ദൈവവചനം അത് സത്യമായ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് നമുക്ക് നൽകിയ ദൈവിക പ്രബോധനങ്ങൾ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തൻ്റെ ദൈവദാസരിലൂടെ എഴുതി നമുക്ക് തന്ന ഈ ദൈവവചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഇതൊന്ന് പരിശോധിക്കാൻ, ഒരിക്കലെങ്കിലും ഒന്ന് പരിശോധിക്കാൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന പോലെ ബറോയിലുള്ള ജനങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല ദൈവവചനം പരിശോധിക്കുന്നവർ കൂടിയായിരുന്നു. ഇങ്ങനെ തന്നെയാണോ എന്ന് എഴുതിയത് പരിശോധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കും കർത്താവിൽ ദൈവവചനം പരിശോധിച്ച് ദൈവവചനം നൽകുന്ന സത്യത്തെ മാത്രം വിശ്വസിച്ച് ഇതിൽ നിന്നും വിഭിന്നമായി ആര് പറഞ്ഞാലും അത് ദൈവത്തിന് നിരക്കാത്തതാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നോ ഞങ്ങൾ തന്നെ വന്ന് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കാം, ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്
കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. തിന്മയാകുന്ന പാരമ്പര്യങ്ങളിലൂടെ കടന്നു വന്ന സകലവിധ അന്യ ആചാരങ്ങളെയും, നെക്രോമസി പോലെയുള്ള പൈശാചിക ആരാധനാ രീതികളെയും, ഫോർബിഡനായിട്ട് ദൈവം പ്രഖ്യാപിച്ച, സഭ പ്രഖ്യാപിച്ച ഇത്തരം തിന്മകളെ പൂർണ്ണമായി നമുക്ക് വിയോജിക്കാം, പൂർണ്ണമായി അതിനെ ഉപേക്ഷിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.